40-ാം ദിവസം കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിൽ യേശു തൻ്റെ ദൗത്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. ആ ദൗത്യം മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ബലിയായി തീരുകയായിരുന്നു. തൻ്റെ പരസ്യജീവിതം മുഴുവനും സേവനത്തിൻ്റെ ബലിയായിരുന്നു. ഇനി അനീതിയുടെയും അവമാനത്തിൻ്റെയും പീഡനങ്ങളുടെയും ബലി മരണം. ആ ബലിയെ ഉൾക്കൊള്ളുകയാണ് ക്രൈസ്തവ ശിശുത്വം. ധാന്യബലികളുടെയും മൃഗബലികളുടെയും സ്ഥാനത്ത് സ്വയം ബലിയായിത്തീർന്ന യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ മൂല്യങ്ങളിലും സേവനങ്ങളിലും സഹനങ്ങളിലും പങ്കുചേരുകയാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ലോകത്തിൻ്റെയും എൻ്റെയും പാപങ്ങൾ കാരണം പീഡനങ്ങൾ ഏൽക്കുകയും അവമാനിക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്യുന്ന യേശുവിൻ്റെ വേദനയും ദുഃഖവും ഹൃദയവും എൻ്റെയും അനുഭവമാക്കുക. ആമേൻ.